നമസ്കാരം. നമസ്തേ. ഈ രാജസ്ഥാനിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പക്സപത്രയിലുള്ള അവരുടെ റിഫൈനറിക്ക് സ്ഫോടനം നടത്തിയിരിക്കുന്നു, ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഇതേപോലുള്ള ആക്രമണങ്ങൾക്ക് ഭീകരർ തയ്യാറായിരിക്കുന്നു എന്നുള്ള ചില നിഗമനങ്ങളും പുറത്തു വരികയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ള വിശകലനം എന്താണ്? രാജസ്ഥാനിൽ പച്പാദ്രയിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റിഫൈനറി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു സ്ഫോടനവും പിന്നീട് ഒരു തീപിടുത്തവും ഉണ്ടായി. അതിനെ തുടർന്ന് പ്ലാന്റ് കമ്മീഷനിങ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്തായാലും ശരി, ഭീകരവിരുദ്ധ സ്ക്വാഡ് അവിടെ എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും NIA ഒരു സ്പെഷ്യൽ ഭീകരവിരുദ്ധ ടീം അവരെ ആ പ്രദേശത്തേക്ക് എയർലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ അവിടെ സംഭവം നടന്നു ഉടനെ അവരെത്തി. അതുതന്നെ കാണിക്കുന്നത് അതിൻ്റെ ആ സ്ഫോടനത്തിൻ്റെ ഒരു ഗൗരവത്തെയാണ്. അതായത് കാശ്മീരിലെ 2025 ഏപ്രിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ 1-ാം വാർഷിക സമയമാണിപ്പോൾ. ആ 1-ാം വാർഷികത്തിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആ റിഫൈനറിയിൽ എത്തുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാകുന്ന ഒരു സ്ഫോടനം, അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പുണ്ടായ സ്ഫോടനം, അത് പലർക്കുമുള്ള ഒരു വാണിംഗ് ആണ്. കാരണം ഇതൊക്കെ എന്തെല്ലാം സംഭവിക്കും വരും ദിവസങ്ങളിൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല എന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിനിടയിൽ പല ആൾക്കാരും പല സൂചനകളും പറയുന്നുണ്ട്. അതായത് ലോകമെമ്പാടും ഉള്ള പല റിഫൈനറികളിലും ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അപകടങ്ങളോ അതല്ലെങ്കിൽ സ്ഫോടനങ്ങളോ നടന്നിട്ടുണ്ട്. അത് അമേരിക്ക, ചൈന, ഇന്ത്യ, പല രാജ്യങ്ങളിലും ഇത് ഉണ്ടായി. ചില ആൾക്കാർ പറയുന്നത് അമേരിക്ക ഇറാന് നേരെ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു തിരിച്ചടിയാണ് ഇതെന്നാണ്. ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത ശ്രമം ഉണ്ടെന്നാണ്. കാരണം ഇതൊരു വാണിംഗാണ്. ലോകത്തിൻ്റെ എനർജി സെക്യൂരിറ്റി അത് എണ്ണ ഖനന പ്രദേശങ്ങളിൽ മാത്രമല്ല നിൽക്കുന്നത്, എണ്ണയുടെ റിഫൈനറികളുമായിട്ടും അതിന് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ റിഫൈനറിയിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾ അത് അതീവ ഗൗരവമുള്ളതാണെന്നും ഗൗരവത്തോടെ അത് കണക്കിലെടുക്കണമെന്നും ഒക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സ്ഫോടനമുണ്ടായി മണിക്കൂറുകൾക്കകം അവിടെ NIA ഭീകരവിരുദ്ധ സ്ക്വാഡ് ഡൽഹിയിൽ നിന്നും വന്നിറങ്ങിയത്. അതായത് ലോക്കലി NIA രാജസ്ഥാനിൽ അവരുടെ ഡിവിഷൻ ഉണ്ടെങ്കിലും അവരല്ല അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വല്ലാത്ത ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇറാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഷോർട്ടേജ് ഉണ്ട്. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ ശരിയായ രീതിയിലുണ്ട്. ഒരു കുറഞ്ഞ അളവിലാണെങ്കിലും നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുമുണ്ട്. അത്രയധികം അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പെട്രോളിയം, ഡീസലിൻ്റെയോ പെട്രോളിൻ്റെയോ കാര്യത്തിൽ. അപ്പം അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും അധികം റിഫൈനറിയുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ പെട്രോളിയം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണെങ്കിലും ക്രൂഡ് ഓയിലിൽ നിന്ന് നിർമ്മിക്കുന്ന വാല്യൂ ആഡഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പെട്രോളും ഡീസലും ഏവിയേഷൻ ഫ്യൂവലും ഇതൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്ന രാജ്യവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഷോർട്ടേജ് ഇല്ലാത്ത, അതായത് നമ്മുടെ റിഫൈനറികളാണ് നമ്മുടെ നാട്ടിൽ ഈ എണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഷോർട്ടേജ്, ദൗർലഭ്യം ഉണ്ടാകാതെ നമ്മളെ രക്ഷിച്ചു നിർത്തുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ റിഫൈനറികളിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് കാര്യമായ രീതിയിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അത് നന്നാക്കി എടുക്കണമെങ്കിൽ കുറേ നാളുകളെടുക്കും, മാസങ്ങളെടുക്കും ചിലപ്പോൾ. ഇപ്പോൾ അധികൃതർ പറയുന്നത് രാജസ്ഥാനിലുണ്ടായ ഈ പൊട്ടിത്തെറിയും തീപിടുത്തവും ഒന്നും ആ റിഫൈനറിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിച്ചിട്ടില്ല.
അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ അതുപോലെ നിൽക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇടപെട്ടത് കാരണം ആ ഒരു റിഫൈനറിയിൽ അഗ്നി പടരാതെയും അതുപോലെ മറ്റ് പല രീതിയിലും അത് രക്ഷിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതൊക്കെ പറയുമ്പോഴും ആ, ഇത് ഇവിടെ ഒരു ചോദ്യം, ഈ റിഫൈനറി കൃത്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ നമുക്ക് റിഫൈൻ ചെയ്യാനും ഇന്ത്യയുടെ ചെറുതെങ്കിലും ഇന്ന് അനുഭവപ്പെടുന്ന ചില ദൗർലഭ്യങ്ങൾ അത് ഇല്ലാതാക്കാനും പറ്റുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ് ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നുമാണ് പെട്രോളും ഡീസലും വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും അവരുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനും ഒരു അവസരമായിരുന്നു ഈ റിഫൈനറിയും പൂർണ്ണതോതിൽ ഇത് വലിയ മുതൽ മുടക്കുള്ള റിഫൈനറിയാണ്. കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ എത്ര സ്റ്റേജ് പൂർത്തിയാക്കിയെന്ന് എനിക്കറിയാം. ഏതാണ്ട് 1,00,000 കോടി രൂപയോളം മൊത്തം മുതൽ മുടക്കുള്ള ഒരു വലിയ റിഫൈനറിയാണ് ഇത്. അപ്പോൾ ഇത് തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു റിഫൈനറിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അവിടെ എന്തെങ്കിലും സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ജാഗ്രത കുറവാണോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചത്? ഇതൊക്കെ വരും ദിവസങ്ങളിൽ വളരെയധികം തരത്തിലുള്ള പഴയ ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയമാണ്. പക്ഷെ എന്നിരുന്നാലും തൽക്കാലത്തേക്ക് ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പോലും ഒരുപക്ഷെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. വേഗത്തിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും അത് കമ്മീഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും അതൊരു സൂചനയാണ്. കാരണം ഇത്ര സുരക്ഷാ ഏർപ്പാടുകളുള്ള ഒരു സ്ഥലത്ത് അവിടെ വേണമെങ്കിലും ചിലപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. അതിൻ്റെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വിദേശ ശക്തികൾ നമ്മുടെ റിഫൈനറികളെ ആയിരിക്കും ലക്ഷ്യം വെക്കാൻ പോകുന്ന എന്നൊരു സൂചനയും അവിടെയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ജാംനഗറിൽ, ഗുജറാത്തിൽ ജാംനഗറിലുള്ള അംബാനിയുടെ റിഫൈനറി പാകിസ്ഥാൻ അത് ആക്രമിക്കാനായിട്ട് ലക്ഷ്യം വെക്കുന്നതായിട്ട് വാർത്തകളുണ്ടായിരുന്നു. കടലിലൂടെയുള്ള ഒരു ആക്രമണമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഊർജ മേഖല, ഒരു യുദ്ധം ഉണ്ടായാൽ ഊർജ മേഖല ശത്രുവിൻ്റെ ആക്രമണത്തിന് വിധേയമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഇതിനിടെ ചില പഠനങ്ങളൊക്കെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് ആണ് ഇവിടെ സ്ഫോടനമുണ്ടായത്. ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ സ്ഫോടനമുണ്ടായത് എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു കാര്യമല്ലേ? 100%. ഒരുപക്ഷെ ഈ നരേന്ദ്രമോദിയെ തന്നെ ലക്ഷ്യമിട്ട ഒരു സ്ഫോടനമായിരുന്നെങ്കിലോ, അതായത് അതാണ് ഞാൻ ചോദിച്ചതിൻ്റെ അത് ഒരുപക്ഷെ പിന്നെ അത് അല്പം മുമ്പേ സംഭവിച്ചു പോയത് കൊണ്ട് എന്തെങ്കിലും ഈ ടൈമർ ഉൾപ്പെടെയുള്ള ബോംബ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സംഭവിച്ച ചില തന്ത്രപരമായ പിഴവുകളാണ് ഇവിടെ മോഡി രക്ഷപ്പെട്ടതിന് കാരണം എന്ന് വേണമെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം ഇത് രണ്ടും വളരെ അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ആ രൂപത്തിൽ ഗൗരവമായി കാണേണ്ട ഒരു വസ്തുതയല്ലേ ഇതിനകത്തുള്ളത്? അത് തീർച്ചയായിട്ടും അതെ. കാരണം പ്രത്യേകിച്ച് മോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് പതിവ് സെക്യൂരിറ്റി പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവണം. ആ പല മടങ്ങ് വർദ്ധിപ്പിച്ച സെക്യൂരിറ്റിക്കിടയിലും ഇങ്ങനെ ഒരു അപകടമുണ്ടായി എന്നുള്ളത് അവിടെയാണ് അതിൻ്റെ ഒരു ഗൗരവം. കാരണം വർദ്ധിപ്പിച്ച ഈ സെക്യൂരിറ്റി അത് നിഷ്പ്രഭമായി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയിൽ പഴുതുകൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത് തരുന്ന സൂചനകൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കശ്മീർ ഭീകരാക്രമണത്തിന്റെ 1-ാം വാർഷികമാണെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിനെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ തുടങ്ങിയത്. ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയമാകുമ്പോഴേക്കും പാകിസ്ഥാൻ നൽകിയ ഒരു തിരിച്ചടിയ. ഇപ്പം ഈ മോദിക്ക് ഈ ഒരു ആക്രമണത്തിൽ എന്തെങ്കിലും പരിക്കേൽക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് അത് അവരുടെ ഒരു തിരിച്ചടി, അവർ നൽകിയ തിരിച്ചടിയായിട്ട് അവർ വ്യാഖ്യാനിക്കുമായിരുന്നു. അവർക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നേരിട്ട നഷ്ടത്തിന് തങ്ങൾ പ്രതികാരം ചെയ്തു എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഒരു അവസരമായിരുന്നു അത്. എന്തായാലും ശരി, ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല.
ഇവിടെ മറ്റു ചില ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഒരുപാട് നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് 2024 തൊട്ട് ലോകമെമ്പാടും എണ്ണ ശുദ്ധീകരണശാലയിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു എന്നാണ്. 50% വർദ്ധിച്ചു എന്നാണ്. അതിന്റെ കാരണം ആർക്കും പിടികിട്ടുന്നില്ല. അപ്പോ ഈ ലോകത്തിന്റെ ഊർജ സുരക്ഷിതത്വത്തെ അട്ടിമറിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ എണ്ണയുടെ അത് ഒരുപക്ഷെ ഭീകരവാദികൾ തന്നെ ആകണമെന്നില്ല. കാരണം എണ്ണ വ്യവസായത്തിന്റെ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിന്റെ വില $70 താഴെയായിട്ട് നിൽക്കുകയായിരുന്നു. അത് പല രാജ്യങ്ങളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പം ആരെങ്കിലും ഈ ലോകത്തിലെ എണ്ണ റിഫൈനറികൾ തകർത്തുകൊണ്ട് എണ്ണയുടെ വില മാർക്കറ്റിൽ, എണ്ണയുടെ അല്ല പെട്രോളിയത്തിൻ്റെയും അതുപോലെ പെട്രോൾ, ഡീസൽ തുടങ്ങിയ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയായിരുന്നോ എന്നൊരു സംശയം ചിലർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് ഒരു പെട്ടെന്ന് ആക്സിഡൻസിൻ്റെ എണ്ണം 50% വർദ്ധിക്കുന്നത്? ഒരു 5%, 10% ഒക്കെ വർദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ 50% വർദ്ധിക്കുന്നത് അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇതിലെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായാലും ശരി, ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അതീവ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഊർജ്ജ സുരക്ഷിതത്വത്തിൻ്റെ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നതിനുള്ള ഒരു സൂചനയാണ് ഈ പൊട്ടിത്തെറിയും ആക്രമണവും. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും 6 രാജ്യങ്ങളെയാണ് പഠനങ്ങൾ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടെയുള്ള 6 രാജ്യം. അപ്പോൾ അണിയറയിൽ എന്തൊക്കെയോ നടക്കുന്നു. അത് അങ്ങ് പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ട് ഇത്തവണ നരേന്ദ്രമോദി രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും ആ ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് എന്തായാലും അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണിത്. ചെറിയ കാര്യമല്ല. കാരണം അവിടെ ഉദ്ഘാടനത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്, അതും ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത്. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്ര തലവന് നേരെ തന്നെ ഉണ്ടായ ആക്രമണമായിട്ട് തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മളത് കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭാഗ്യത്തിന് മോദി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 100%. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന അനുസരിച്ച് നമുക്കിതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നമസ്കാരം.